മഴ പെയ്യുന്ന ഒരു രാത്രി. പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കയറിയ അർജുൻ്റെ കണ്ണിൽ ഒരു പഴയ റേഡിയോ പതിഞ്ഞു. പൊടി പിടിച്ചിരുന്നെങ്കിലും അതിന് ഒരു പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു. അവൻ കടക്കാരനെ നോക്കി. ആ സാധനം വാങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, "അത് വാങ്ങരുത്. അതൊരു സാധാരണ റേഡിയോ അല്ല." അർജുൻ ചിരിച്ചു. "പഴയ റേഡിയോ അല്ലേ? എന്താണ് അതിൻ്റെ പ്രത്യേകത?" "ഓരോ രാത്രി കൃത്യം 11 മണിക്ക് ഇത് സ്വയം ഓണാകും. പിന്നെ നാളെ ഉണ്ടാകുന്ന വാർത്തകൾ പറയും." ഇത് കേട്ട അർജുന് കൗതുകമായി. റേഡിയോ കഥകൾ ഇതുപോലെ പലതും നാട്ടിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അവൻ ആ റേഡിയോ വാങ്ങി വീട്ടിലേക്ക് യാത്രയായി. ആ രാത്രി കൃത്യം 11 മണിക്ക് റേഡിയോ ഓണായി. നാളെ രാവിലെ 8 മണിക്ക് നഗരത്തിലെ പഴയ പാലത്തിൽ ഒരു ലോറി അപകടത്തിൽപ്പെടും. 2 പേർക്ക് പരിക്കേൽക്കും. അർജുൻ ഞെട്ടി. പക്ഷെ വെറും യാദൃച്ഛികമാണെന്ന് കരുതി അവൻ കിടന്നുറങ്ങി. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ അർജുൻ വാർത്ത കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. തലേന്ന് റേഡിയോയിൽ പറഞ്ഞ അതേ അപകട വാർത്ത സംഭവിച്ചിരിക്കുന്നു. പേടിച്ചു പോയെങ്കിലും അർജുൻ അതൊന്നും കണക്കാക്കാതെ തൻ്റെ ജോലിയുമായി മുന്നോട്ട് പോയി. പിറ്റേ ദിവസം രാത്രി 11 മണിക്ക് വീണ്ടും ഇതേ റേഡിയോ ഓണായി. അതിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: "നാളെ ഉച്ചയ്ക്ക് നഗരത്തിലെ ബാങ്കിൽ തീപിടുത്തമുണ്ടാകും." ഇത് കേട്ട അർജുൻ ഉടൻ തന്നെ ബാങ്കിൽ വിളിച്ച് വിവരം ധരിപ്പിച്ചു. പക്ഷേ ആരും തന്നെ അത് വിശ്വസിക്കാനുണ്ടായില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം ബാങ്കിൽ തീപിടിച്ചു. ഈ വാർത്ത കൂടി അറിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ പേടി ഇരട്ടിയായി. പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തൊട്ടടുത്ത ദിവസം രാത്രി 11 മണിയാവാൻ അവൻ കാത്തിരുന്നു. 11 മണിക്ക് റേഡിയോ ഓണായി. റേഡിയോയിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു: "നാളെ രാത്രി അർജുൻ എന്ന യുവാവ് ദുരൂഹമായി മരിക്കും." ഇത് കേട്ട അർജുൻ ഞെട്ടി വിറച്ചു. അവനാകെ ടെൻഷനായി. അവൻ അടുത്ത ദിവസം പുറത്തെങ്ങും പോയില്ല. വാതിലുകളും ജനലുകളും അടച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്നു. ഒന്നും സംഭവിച്ചില്ല. രാത്രി 11 മണിയായി. അവൻ ആശ്വാസമായി. പെട്ടെന്നാണ് കരണ്ട് പോയത്. റേഡിയോ വീണ്ടും ഓണായി. "നീ ഭാവിയെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ മുന്നറിയിപ്പ് കേട്ടതുകൊണ്ടാണ് വിധി മാറിയത്." അതേസമയം വാതിലിൽ മുട്ടുന്ന ശബ്ദം. ധൈര്യത്തോടെ വാതിൽ തുറന്ന അർജുൻ പുറത്തേക്ക് നോക്കി. അവിടെ ആരുമില്ല. താഴെ ഒരു ചെറിയ പെട്ടി മാത്രം. അതിനുള്ളിൽ പഴയ മറ്റൊരു റേഡിയോ. അതോടൊപ്പം ഒരു കുറിപ്പും: "ഇനി മുന്നറിയിപ്പ് കേൾക്കേണ്ടത് നീയാണ്." അന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 11 മണിക്ക് ആ റേഡിയോ മറ്റൊരാളുടെ നാളെക്കുറിച്ചുള്ള വാർത്തകൾ പറയാൻ തുടങ്ങി. അർജുൻ മനസ്സിലാക്കി, ചില രഹസ്യങ്ങൾ അറിയുന്നത് അനുഗ്രഹമല്ല, അതൊരിക്കലും തീരാത്ത ശാപമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുമല്ലോ.